വിശേഷപ്പെട്ട നാഗം. ചന്ദർപൂർ എന്ന ഗ്രാമത്തിൽ സംഗീത എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾ നല്ല സ്വഭാവമുള്ളവളായിരുന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ആര് കണ്ടാലും മോഹിച്ചു പോകും. ഒരു ദിവസം അവൾ വെള്ളം ശേഖരിച്ച് മടങ്ങി വരികയായിരുന്നു. വഴിമധ്യേ പരിക്ക് പറ്റിയ ഒരു പാമ്പിനെ അവൾ കണ്ടു. അത് പകുതി മനുഷ്യനും പകുതി പാമ്പിന്റെ ശരീരവുമായിരുന്നു. സംഗീത അത് കണ്ട് പേടിച്ചു. അവൾ അവിടെ നിന്നും ഭയന്നോടി. പക്ഷെ പാമ്പ് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാമോ? ഇല്ലെങ്കിൽ ഞാൻ ഉടൻ മരിച്ചു പോകും. ഇത് കേട്ടതും സംഗീത അവിടെ നിന്നു. എന്നിട്ട് അവന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താ പകുതി മനുഷ്യനും പകുതി പാമ്പുമായിരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു വിശേഷപ്പെട്ട നാഗമാണ്. നീ എത്രയും പെട്ടെന്ന് എന്റെ മുറിവുകളിൽ മരുന്ന് പുരട്ടു, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പോൾ സംഗീത ചോദിച്ചു, ആരാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ഒരു വലിയ പക്ഷി ആക്രമിക്കാൻ വന്നു. ഞാൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് എന്റെ ജീവനും കൊണ്ട് ഇവിടെ എത്തിപ്പെട്ടതാണ്. നീ എന്നോട് അലിവ് കാണിക്കണം, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തൊട്ടടുത്ത കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന് എന്റെ മുറിവിൽ പുരട്ടു. സംഗീത കാട്ടിൽ നിന്നും ഔഷധ സസ്യങ്ങൾ പറിച്ച് അവന്റെ മുറിവിൽ പുരട്ടിക്കൊടുത്തു. അവൾ എല്ലാ ദിവസവും അവനെ പരിചരിച്ചു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പൂർണ്ണ ആരോഗ്യവാനായി. അവൻ പറഞ്ഞു, സംഗീത, നീ വളരെ നല്ലവളാണ്. നീ എന്നെ ഒരുപാട് സഹായിച്ചു. ഒരുപക്ഷെ എന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവളും ഇങ്ങനെ ചെയ്തേനെ. അതും പറഞ്ഞ് അവൻ സങ്കടപ്പെട്ടു. സംഗീത പറഞ്ഞു, നിങ്ങൾ കരയാതിരിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. അപ്പോൾ അവൻ പറഞ്ഞു, അത് വളരെ പഴയൊരു കഥയാണ്. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു അതിനു സമീപം 100 വർഷമായിട്ട് തപസ് ചെയ്തിരുന്ന ഒരു സന്യാസിയുടെ തപസ്സിന് അത് തടസ്സം സൃഷ്ടിക്കുമെന്ന്. ആ പാവപ്പെട്ട സന്യാസിയുടെ തപസ് ഞങ്ങൾ മൂലം തടസ്സപ്പെടാനിടയായി. സന്യാസി പറഞ്ഞു, ആരാണ് ആ വിഡ്ഢി? എന്റെ വർഷങ്ങളായുള്ള തപസ് ഇളക്കിയതിന് ആരാണ് കാരണക്കാരൻ? ഞങ്ങൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. ഞങ്ങൾക്ക് മാപ്പ് തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സന്യാസി വളരെ ദേഷ്യത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ ശപിക്കുന്നു. എങ്ങനെയാണോ എന്റെ തപസ് നീ മുടക്കിയത്, അതുപോലെ നീ നിന്റെ ഭാര്യയിൽ നിന്ന് അകലും. പക്ഷെ അവിടെ വെച്ച് തന്നെ എന്റെ പ്രിയതമ മരിച്ചുപോയി. ഞാൻ ആ സന്യാസിയോട് അല്പം ദയയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ പ്രിയതമ ഒരു മനുഷ്യ സ്ത്രീയായി പുനർജനിക്കും. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരികെ പോവുകയാണ് ചെയ്തത്. സംഗീത പറഞ്ഞു, ശരി, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രിയതമയെ വേഗം തന്നെ തിരിച്ചു കിട്ടാൻ. വീണ്ടും അവൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കൂ. അപ്പോൾ അവൻ പറഞ്ഞു, എപ്പോഴെങ്കിലും നിനക്കെന്റെ സഹായം ആവശ്യമായി വരികയാണെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാം. ഞാൻ എപ്പോഴും ഈ കാട്ടിൽ തന്നെ ഉണ്ടാകും. ഞാൻ നിന്നെ സഹായിക്കാം. എന്റെ പേര് നാഗരാജ് എന്നാണ്. സംഗീത അത് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്നും മടങ്ങിപ്പോയി. രാത്രിയിൽ അവൾ ഉറങ്ങുമ്പോൾ അവളൊരു സ്വപ്നം കണ്ടു. കഴിഞ്ഞ ജന്മത്തിൽ അവളൊരു പാമ്പായിരുന്നു. കാട്ടിൽ വെച്ച് കണ്ട അവനോടൊപ്പം അവൾ സന്തോഷിക്കുന്നതും കണ്ടു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക് ആ സ്വപ്നം ഓർമ്മ വന്നു. അവൾ ആലോചിച്ചു, പാമ്പിനോടൊപ്പം താമസിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അതൊരു സ്വപ്നം മാത്രമാണെന്ന് കരുതി അവൾ അത് മറന്നു കളഞ്ഞു. എന്നാൽ ദിവസവും രാത്രി ആ പാമ്പ് തന്നെ അവളുടെ സ്വപ്നത്തിൽ വന്നു. സംഗീതയ്ക്ക് വല്ലാത്ത പേടി തോന്നി. ഒരു ദിവസം അവൾ ആലോചിച്ചു, ഞാൻ നാഗരാജാവിന്റെ അടുത്ത് ചെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കണം. എനിക്കിതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവൾ പിറ്റേന്ന് കാട്ടിൽ ചെന്ന് അവനെ ഉറക്കെ വിളിച്ചു, നാഗരാജ്, നീ എവിടെയാണ്? എനിക്ക് നിന്റെ സഹായം വേണം. അല്പസമയം കഴിഞ്ഞപ്പോൾ നാഗരാജാവ് അവളുടെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, പറയൂ സംഗീത. സംഗീത പറഞ്ഞു, എന്താണെന്നറിയില്ല, ഞാൻ ഈയിടെയായി വിചിത്ര സ്വപ്നങ്ങൾ കാണുന്നു. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വേറെ എന്തോ ആയിരുന്നു. എന്നിട്ട് ഞാൻ താങ്കളോടൊപ്പം നൃത്തം ചെയ്യുന്നതും കണ്ടു. അതായിരുന്നു സ്വപ്നം. നാഗരാജാവ് എന്തോ ചിന്തിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, നീ എന്താ കണ്ടത്? മുഴുവനും പറ. അപ്പോൾ സംഗീത പറഞ്ഞു, ഞാനായിരുന്നു നിങ്ങളുടെ പ്രിയതമ. നിങ്ങളായിരുന്നു എന്റെ നാഗരാജാവ്. അതായിരുന്നു സ്വപ്നം. പിന്നെ ഏതോ ഒരു സന്യാസി നമ്മളെ ശപിച്ചു. ഞാൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു. പക്ഷേ താങ്കൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഭഗവാൻ എന്റെ ദീർഘകാലത്തെ തപസ്സിന് പ്രതിഫലം തന്നു എന്ന്. നിനക്ക് പുനർജന്മം ഉണ്ടായതാണ് സംഗീത. അവർ തമ്മിൽ പ്രണയത്തിലായി. അപ്പോൾ സംഗീത അവനോട് പറഞ്ഞു, സമയം വൈകുന്നേരമായി, എനിക്ക് വീട്ടിലേക്ക് പോണം. അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, വേണ്ട, നമുക്കിനി ഒരുമിച്ച് കഴിയാം. സംഗീത പറഞ്ഞു, എനിക്ക് പോയേ പറ്റൂ. എന്റെ അമ്മ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നാഗരാജാവ് അവളോട് ഒരു വാക്ക് തരാൻ പറഞ്ഞു. സംഗീത, നീ ദിവസവും എന്നെ കാണാൻ വേണ്ടി വരണം. അവൾ പറഞ്ഞു,
ശരി. അങ്ങനെ അവർ ദിവസവും കണ്ടുമുട്ടി. ഒരു ദിവസം സംഗീതയോട് നാഗരാജാവ് പറഞ്ഞു, ഇനി നമുക്ക് ഈ ഒളിച്ചുള്ള ജീവിതം അവസാനിപ്പിക്കാം. ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ള ജീവിതം മുഴുവൻ നിന്റെ കൂടെ ചെലവിടാനാണ് എന്റെ ആഗ്രഹം. അപ്പോൾ സംഗീത പറഞ്ഞു, എനിക്കും താങ്കളോടൊപ്പം ജീവിക്കണമെന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സാധ്യമാവുക? അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, നീ നിന്റെ അമ്മയോട് പറ, നീ ഒരാളെ വളരെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അയാളെ നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അപ്പോൾ സംഗീത പറഞ്ഞു, പക്ഷേ നമ്മൾ എങ്ങനെ ഗ്രാമത്തിൽ ഒരുമിച്ച് ജീവിക്കും? താങ്കൾ ഒരു നാഗരാജാവാണ്. ഗ്രാമവാസികൾ താങ്കളെ കണ്ടാൽ പേടിക്കും. നാഗരാജാവ് പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ മനുഷ്യരൂപത്തിലാവാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സംഗീത പറഞ്ഞു, ശരി. സംഗീത നാഗരാജാവിന്റെ കാര്യം അവളുടെ അമ്മയോട് പറഞ്ഞു. അമ്മേ, കുറെ ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അമ്മേ, ഞാൻ ഒരാളുമായി പ്രണയത്തിലാണ്. അദ്ദേഹത്തിന് എന്നെയും ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്നുണ്ട്. അമ്മ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, ശരി മോളെ, നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടന്നു. നാഗരാജാവ് ഒരു മനുഷ്യരൂപമെടുത്ത് ആ ഗ്രാമത്തിൽ താമസിക്കാൻ തുടങ്ങി. അവൻ രാമു എന്ന പേര് സ്വീകരിച്ചു. രാമുവിനെ ഗ്രാമവാസികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ എല്ലാ ദിവസവും രാത്രി 12 മണിയാവുമ്പോൾ അവൻ സർപ്പരൂപം സ്വീകരിക്കുമായിരുന്നു. ഒരിക്കൽ രാമു സർപ്പരൂപമായി മാറുമ്പോൾ ഒരു ഗ്രാമവാസി കാണാനിടയായി. അയാൾ കണ്ടു എന്ന് മനസ്സിലാക്കിയ രാമു അയാളുടെ കാലിൽ കൊത്തി അയാളെ കൊന്നു. തന്റെ ഈ രഹസ്യം ഗ്രാമവാസികൾ അറിയാതിരിക്കാൻ വേണ്ടിയാണ് രാമു അയാളെ കൊന്നത്. താൻ മനുഷ്യനല്ല, സർപ്പമാണെന്ന് മറ്റാരും അറിയരുതെന്ന് രാമു ആഗ്രഹിച്ചു. അങ്ങനെ ദിവസവും ഗ്രാമത്തിൽ ഓരോരുത്തരായി മരണപ്പെടാൻ തുടങ്ങി. രാമു സർപ്പമായി മാറുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അയാളെ കൊല്ലുക എന്നത് പതിവാക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തന്റെ ഭർത്താവ് മൂലം ആളുകൾ മരണപ്പെടുന്നത് സംഗീതയ്ക്കൊട്ടും സഹിക്കാനായില്ല. ഒരു ദിവസം സംഗീത വളരെ വലിയ ഒരു തീരുമാനമെടുത്തു. അവൾ അമ്മയെയും കൂട്ടിക്കൊണ്ട് ആ സന്യാസിയുടെ അടുത്തേക്ക് പോയി. അദ്ദേഹമാണ് കഴിഞ്ഞ ജന്മത്തിൽ സംഗീതയെ ശപിക്കുകയും അവളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തത്. അവർ സന്യാസിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സ്വാമിജി, താങ്കൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ ജന്മത്തിൽ താങ്കളുടെ ശാപം മൂലം മരണപ്പെട്ടവളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് പുനർജന്മം സംഭവിച്ചു. പക്ഷേ എന്റെ വിവാഹം കഴിഞ്ഞ ജന്മത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നാഗരാജാവിനോടൊപ്പം കഴിഞ്ഞു. സ്വാമിജി, അദ്ദേഹം ഇപ്പോൾ വളരെ ക്രൂരനായി മാറിയിരിക്കുകയാണ്. അയാൾക്കൊരു ദയയുമില്ല. അയാൾ സർപ്പവേഷമെടുത്ത് ഗ്രാമവാസികളെ ഓരോരുത്തരായി വധിക്കുകയാണ്. അയാൾ ദിവസവും രാത്രി ഗ്രാമവാസികളെ കൊല്ലുകയാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കാം. ഞാൻ നിങ്ങളുടെ കൂടെ ഗ്രാമത്തിലേക്ക് വരാം. അവന്റെ മരണം അത് സുനിശ്ചിതം തന്നെ. സ്വാമിജി അവരോടൊപ്പം ഗ്രാമത്തിലേക്ക് യാത്രയായി. രാത്രിയായപ്പോൾ രാമു സർപ്പവേഷമെടുക്കുന്നത് സ്വാമിജി കണ്ടു. അദ്ദേഹം കണ്ണടച്ചു നിന്നു. മുന്നിൽ ഒരു കീരി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം കീരിയോട് പറഞ്ഞു, കീരി, ഇന്ന് നീ ഈ അഹങ്കാരിയായ പാമ്പിന്റെ അവസാനം കാണണം. കീരി പാമ്പിനെ നേരിട്ടു. കീരിയും പാമ്പും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. ഒടുവിൽ പാമ്പ് നിലവിളിച്ചു, സംഗീത, എന്നെ രക്ഷിക്കൂ, എനിക്ക് മാപ്പ് തരൂ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. സംഗീത പറഞ്ഞു, നീ എന്നു മുതൽ ഗ്രാമവാസികളെ കൊന്നെടുക്കാൻ തുടങ്ങിയോ അന്നു മുതൽ നീ എന്റെ മനസ്സിൽ മരിച്ചു കഴിഞ്ഞു. ഇതിന് നീ അർഹനാണ്. നീ മരിക്കാൻ എന്തുകൊണ്ട് യോഗ്യനാണ്. അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, അമ്മേ, എനിക്ക് മാപ്പ് തരൂ. സ്വാമിജി, എന്നെ രക്ഷിക്കണം. പക്ഷേ നാഗരാജാവിന്റെ വാക്കുകൾ ആരും തന്നെ കേട്ടില്ല. കീരി അയാളെ കടിച്ചു മുറിച്ചു. അങ്ങനെ നാഗരാജാവ് മരണപ്പെട്ടു. സംഗീത കരഞ്ഞുകൊണ്ട് സ്വാമിജിയോട് പറഞ്ഞു, താങ്കളില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഗ്രാമത്തിൽ ആരും തന്നെ ബാക്കിയുണ്ടാവുമായിരുന്നില്ല. എല്ലാവരും മരണപ്പെട്ടു പോയേനെ. സന്യാസി അനുഗ്രഹം നൽകിക്കൊണ്ട് അവിടെ നിന്നും പോയി. സംഗീത അവളുടെ അമ്മയോടൊപ്പം വളരെ കാലം സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.